പലസ്തീന് പിന്നാലെ ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ നെതന്യാഹുവിന് പിന്തുണ അറിയിക്കുകയാണ് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയുമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി. അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്ന ഇസ്രായേലിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്നും എം.എ. ബേബി പറഞ്ഞു. ദില്ലിയിൽ ഇടതു പാർട്ടികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.എ. ബേബി. इजरायली दादागिरी नहीं चलेगी. ഇസ്രായേൽ പാലസ്തീനിൽ നടത്തുന്ന വംശീയ അധിനിവേശത്തിനെതിരെ ദില്ലി ജന്തർ മന്ദറിൽ ഇടതു പാർട്ടികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സിപിഐഎം, സിപിഐ, സിപിഐഎംഎൽ, ഫോർവേഡ് ബ്ലോക്ക്, എസ്എഫ്ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ അണിനിരന്ന പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിൽ ഇസ്രായേൽ പാലസ്തീനെതിരെ തുടരുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. ഇസ്രായേലിന് ആയുധ സഹായമടക്കം നൽകുന്ന മറ്റു രാജ്യങ്ങളുടെ നടപടിയെയും ഇടതു സംഘടനകൾ അപലപിച്ചു. നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഘാതക സംഘത്തിന് ഐക്യദാർഢ്യം അറിയിക്കുന്ന മോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നടപടിയെ സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി വിമർശിച്ചു. ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് പിന്നാലെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ഊർജിതമാക്കണമെന്നും എം.എ. ബേബി പറഞ്ഞു. ലോകത്തുനിന്ന് നിലവിലുള്ള എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് നെതന്യാഹു ട്രംപിൻ്റെ പിന്തുണയോടുകൂടി ഈ ഭീകര അതിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റും നരേന്ദ്രമോദിയും ഈ ഘാതക സംഘത്തോടൊപ്പം നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഘാതക സംഘത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന, ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ലോകം ആണ് ഭാവിയിൽ ഉണ്ടാവേണ്ടത് എന്ന ഒരു പദ്ധതി അമേരിക്കയിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും നെതന്യാഹുവും ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് വേണം ഇറാന് നേരെ നടന്ന ഈ ആക്രമണത്തിൽ നിന്നും മനസ്സിലാക്കാൻ. സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ, ആനി രാജ, ദില്ലി സിപിഐഎം സ്റ്റേറ്റ് സെക്രട്ടറി അനുരാഗ് സക്സേന തുടങ്ങി വിവിധ നേതാക്കൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, ദില്ലി.